നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശ്വാസ വോട്ട് വരെയുള്ള ഒരു ചോദ്യം കണക്കുകളിൽ വിജയിക്കുമോ എന്നതായിരുന്നു. ഇന്നത്തോടുകൂടി കണക്കിൽ വിജയിച്ചു കഴിഞ്ഞു. എണ്ണത്തിൽ ടി.വി.കെ സുരക്ഷിതരായി. ആ നിലയ്ക്ക് ഇത് ബുദ്ധിപൂർവ്വം നീക്കണം. പക്ഷേ അവരുടെ ആശയങ്ങളിൽ എത്രമാത്രം ഉറച്ചേക്കാൻ പറ്റും എന്നത് വലിയ പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ തന്നെ ഇവർ ചാടിച്ചത് കുതിരക്കച്ചവടമാണ് എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് പരാജയപ്പെട്ടത് DMK ആണെങ്കിലും ഭാവി ഭീഷണി നേരിടുന്നത് അണ്ണാ-DMKക്കാണ്. അണ്ണാ-DMK ഫലത്തിൽ രണ്ടായി പിളർന്നു കഴിഞ്ഞു. കോൺഗ്രസിനേക്കാളും മേൽക്കൈ ആ സഖ്യത്തില് അണ്ണാ-DMK വിമതർക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുദ്ദേശിച്ച ഒരു അംഗീകാരം മന്ത്രിസഭയിൽ അവർക്ക് കിട്ടും എന്ന് തോന്നുന്നില്ല. പ്രത്യക്ഷത്തിൽ തോന്നുന്ന BJPയുടെ നില മോശമായി എന്നാണ്. കാരണം 4 സീറ്റ് ഉണ്ടായിരുന്ന BJP 1 സീറ്റായിട്ട് ചുരുങ്ങി. ഇപ്പോൾ നിയമസഭയിലൊക്കെ സംസാരിക്കുന്ന എല്ലാവരും BJPക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഇത് BJPക്ക് അനുകൂലമാകാനുള്ള ഒരു സാധ്യതയാണ്. ഇപ്പോൾ TVKയിലുള്ള രണ്ടാം നിര നേതാക്കൾ പലർക്കും BJP നേതൃത്വവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയും. ചെങ്കോട്ടയ്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അമിത്ഷായുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. വിജയ് തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നു. 118 എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാനായി ദിവസങ്ങളോളം നെട്ടോട്ടമോടിയ TVK 144 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചിരിക്കുന്നത്. അണ്ണാ-DMKയുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു വിശ്വാസ വോട്ടിൻ്റെ ഈ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് തമിഴ്നാട് രാഷ്ട്രീയ ഭൂപടം തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. ഇക്കാര്യം വിശകലനം ചെയ്യുന്നതിനായി നമ്മോടൊപ്പം മാതൃഭൂമി ചെന്നൈ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് VT സന്തോഷ് ചേരുകയാണ്. സന്തോഷ് ചേട്ടാ, എന്തായിരിക്കും ഇനി ഒരു തമിഴ്നാട് രാഷ്ട്രീയം ഏത് രീതിയിലായിരിക്കും ഇനി മാറാൻ പോകുന്നത്? ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശ്വാസ വോട്ട് വരെയുള്ള ഒരു ചോദ്യം ഈ കണക്കുകളിൽ വിജയിക്കുമോ എന്നതായിരുന്നു. ഇന്നത്തോടുകൂടി കണക്കിൽ വിജയിച്ചു കഴിഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ TVK ഉറപ്പ് നൽകിയ പല കാര്യങ്ങളിൽ നിന്നും 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. കുതിരക്കച്ചവടം എന്ന ആരോപണം വന്നു. ഒരു അദ്ദേഹത്തിൻ്റെ വിജയുടെ പേഴ്സണൽ സ്വകാര്യ ജ്യോതിഷിയെ സർക്കാർ പദവി നിയമിച്ച് അത് 2ാമത്തെ ദിവസം തന്നെ പിൻവലിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളും TVKയുടെ പ്രഖ്യാപനങ്ങൾ എത്രമാത്രം നടപ്പാക്കാൻ പറ്റും എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. അതായത് കണക്കിൽ വിജയിച്ചു, പക്ഷേ ഭരണത്തിൽ എത്രമാത്രം വിജയിക്കും എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ഉന്നയിച്ച ഒരു ആരോപണം, ഇൻസ്റ്റഗ്രാം റീൽ ഇടുന്നത് പോലെയല്ല റിയൽ ഭരണം ചെയ്ത് കാണിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അതൊരു പ്രായോഗിക തലത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആ വിമർശനം ശരിയായി വരുന്നു എന്നാണോ കാണുന്നത്? അങ്ങനെ പറയാറായിട്ടില്ല. 2 ദിവസമായിട്ടുള്ളൂ. 2-3 ദിവസം ആണ് നിയമസഭ സമ്മേളിച്ചത്. ഈ 3 ദിവസം വെച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇനി പഠിക്കാവുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറാവുന്നതേ ഉള്ളൂ. അതിനുള്ള സമയമുണ്ട്. എന്തായാലും 6 മാസം സമയം ഇപ്പോൾ ഉറപ്പാക്കി കഴിഞ്ഞു. ആ സമയത്തിനുള്ളിൽ ഒന്നുകിൽ വിജയ് കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് മുന്നേറാം. ആദ്യത്തെ ഒരു 3-4 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച ടാസ്മാക് അടക്കുന്നത് സിംഗപ്പൂരിന്റെ പ്രോഗ്രാം, അതിനെയൊക്കെ ശരിക്കും ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങളായിട്ട് തന്നെയല്ലേ കാണുന്നത്? അതെ. ഇതുവരെ നടത്തിയ ആ പ്രഖ്യാപനങ്ങളെല്ലാവരും പ്രതിപക്ഷം അടക്കം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഒന്ന് 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കിയത്, പിന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് സിംഗപ്പൺ എന്ന് പറഞ്ഞിട്ട് ദൗത്യസേനയെ കൊണ്ടുവന്നത്, പിന്നെ മയക്കുമരുന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി 65 പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ പറഞ്ഞ ജ്യോതിഷിയെ അപക്വമായ ഒരു തീരുമാനം വന്നു. പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. വിശ്വാസ വോട്ടെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അണ്ണാ-DMKയിലെ ഒരു വിഭാഗം വിജയിനെ TVKനെ പിന്തുണച്ചു എന്നുള്ളതാണ്. അത് എത്തരത്തിൽ ഇനിയൊരു അണ്ണാ-DMKയുടെ പിളർപ്പ് ഔദ്യോഗികമായി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അണ്ണാ-DMKയുടെ ഒരു ഭാവി ഇനി എന്തായി? ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് പരാജയപ്പെട്ടത് DMK ആണെങ്കിലും ഭാവി ഭീഷണി നേരിടുന്നത് അണ്ണാ-DMKക്കാണ്. അണ്ണാ-DMK ഫലത്തിൽ രണ്ടായി പിളർന്നു കഴിഞ്ഞു. അതിൽ പിളർന്ന ഏത് വിഭാഗത്തിനാണ് അംഗീകാരം കിട്ടുക എന്നത് സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ പെടുന്നൊരു കാര്യമാണ് തുടക്കത്തിൽ. അത് കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകും. എന്തായാലും അണ്ണാ-DMK അത് ആ പിളർപ്പിനെ എങ്ങനെ നേരിടും എന്നത് വലിയൊരു പ്രശ്നമാണ്. അവരുടെ ഇപ്പോൾ കാണുന്നത് ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അദ്ദേഹം അത് എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകും എന്ന് വ്യക്തമല്ല. ഇപ്പോൾ
ഈ സ്പീക്കർക്ക് വേണമെങ്കിൽ പളനിസ്വാമിക്കോ അല്ലെങ്കിൽ വേലുമണിക്കോ ഏത് വിഭാഗത്തിന് വേണമെങ്കിലും അംഗീകാരം കൊടുക്കാം. ഒരാളുടെ കൂടെ 22 പേരും മറ്റേ കൂടെ 25 പേരുമാണ് ഉള്ളത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീക്കർ പ്രഭാകർ അദ്ദേഹം ആരെ പിന്തുണയ്ക്കാനാണ് കൂടുതൽ സാധ്യത? കൂറുമാറ്റം നിരോധന നിയമപ്രകാരം 3-2 പേര് മാറിയാലേ അത് പിളർപ്പായിട്ട് അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ ഏത് വിഭാഗത്തിനെയാണ് ഔദ്യോഗിക പക്ഷമായിട്ട് അംഗീകരിക്കേണ്ടത് എന്ന പ്രശ്നമുണ്ട്. കാരണം എടപ്പാടി പളനിസ്വാമി പറയുന്നത് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പക്ഷമാണ്. പക്ഷേ മറുപക്ഷം അവർ സഭാകക്ഷി നേതാവായി വേലുമണിയെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർക്ക് വേണമെങ്കിൽ അതിന് അംഗീകാരം കൊടുത്ത് അതാണ് ഔദ്യോഗിക പക്ഷം എന്ന് പറയാം. 25 പേരുണ്ട്, എന്തായാലും 3 പേര് അവർക്ക് കൂടുതലുണ്ട്. ഉണ്ട്, അവർക്കാണ് അംഗബലം കൂടുതൽ. പിന്നെ വേറെ ഇതിൻ്റെ ചരിത്രം, ഈ നിയമസഭാ സ്പീക്കർ നേരത്തെ DMK-യിലുള്ള ആളായിരുന്നു. അദ്ദേഹം എടപ്പാടി പളനിസ്വാമിയുമായി ഏറ്റുമുട്ടി പുറത്തു പോയ ആളാണ്. അദ്ദേഹത്തെ എടപ്പാടി അപമാനിച്ച് പുറത്ത് കളഞ്ഞു എന്നാണ് പൊതുവെ പറയുന്നത്. അതിന് പകരം വീട്ടാനുള്ള അവസരമായി സ്പീക്കർ ഇത് ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എടപ്പാടിക്ക് എതിരെ നിൽക്കുന്ന പക്ഷത്തിന് അംഗീകാരം കൊടുക്കാനാണ് സാധ്യത. അത് എത്രമാത്രം നിയമപരമായിട്ട് നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിനാരിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നാളെ ഒരു DMK എന്ന് പറഞ്ഞ കക്ഷിയില്ലാതെ ഒരു പക്ഷേ TVK എന്ന് പറയുന്ന TVK വേഴ്സസ് DMK എന്ന രീതിയിലേക്ക് തമിഴ്നാട് പൊളിറ്റിക്സ് മാറുമോ എന്നുള്ളൊരു സംശയമാണ് ജനിപ്പിക്കുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതെ, അടുത്ത തെരഞ്ഞെടുപ്പ് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് വിജയ് പറഞ്ഞത് മത്സരം TVK-യും DMK-യും തമ്മിലാണ് എന്നാണ്. പക്ഷേ ത്രികോണ മത്സരം നടന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും DMK-യിൽ ഒരു പക്ഷം TVK-യുടെ കൂടെ ചേർന്ന സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് TVK-യും DMK-യും തമ്മിൽ തന്നെയായിരിക്കും മത്സരം. തമിഴ്നാട് രാഷ്ട്രീയം തന്നെ ആ രീതിയിലേക്ക് പിരിയുമോ എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. DMK അപ്രസക്തമാവുകയും തമിഴ്നാട് രാഷ്ട്രീയം TVK-യും DMK-യും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുകയും ചെയ്യും എന്നൊരു സംശയം വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുണ്ടായ വിശകലനങ്ങൾ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഉണ്ടായത് ഈ ദ്രാവിഡ കക്ഷികളുള്ള ആഭിമുഖ്യം തമിഴ്നാട് ജനങ്ങൾക്ക് കുറയുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് ഒരു അരനൂറ്റാണ്ടിലേറെയായിട്ട് ദ്രാവിഡ കക്ഷികൾ മാത്രമുള്ള അവസ്ഥയായിരുന്നു. ഒരു ദ്രാവിഡ കക്ഷി മാറി മറ്റേ ദ്രാവിഡ കക്ഷി വരും. മറ്റ് കക്ഷികൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സ്ഥിതി മാറിയിട്ടുണ്ട്. ദ്രാവിഡ കക്ഷിയും TVK എന്ന പുതിയ കക്ഷിയും. പക്ഷേ ഈ TVK-യുടെ നയങ്ങളും കാര്യപരിപാടികളും എല്ലാം ഏറെക്കുറെ ദ്രാവിഡ കക്ഷികളുടെ തന്നെയാണ്. അതുകൊണ്ട് ദ്രാവിഡ കക്ഷികൾ അപ്രസക്തരാകുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദ്രാവിഡ കക്ഷികളുടെ ആധിപത്യം അവസാനിച്ചു എന്ന് പറയാം. എന്തായിരിക്കും DMK-യുടെ ഒരു ഭാവി? അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? DMK ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവായിട്ട് ഉദയനിധി സ്റ്റാലിൻ വന്നു. ഈ 2 ദിവസത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ഉദയനിധിയുടെ നിയമസഭയിലെ പ്രകടനം വളരെ മികച്ചതാണെന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ ഈ 5 വർഷം TVK ഭരിക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ശക്തമായ പ്രതിപക്ഷമായി DMK മാറാനുള്ള സാധ്യതയുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാനും കഴിയും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ TVK-യുടെ മന്ത്രിമാർ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു ആ ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിക്ക് മാത്രമാണ് തമിഴ്നാട്ടിൽ ഒരു മന്ത്രി സ്ഥാനം ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ മന്ത്രിസ്ഥാനം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ DMK-യുടെ ഒരു ഭാഗം ഇങ്ങോട്ടെത്തുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, ഈ പല തരത്തിലുള്ള ഘടകകക്ഷികളെ മുന്നോട്ട് കൊണ്ടുപോവുക, അത് എത്തരത്തിലായിരിക്കും സാധ്യമാവുക? DMK TVK-യിലേക്ക് എത്തിയത് അല്ലെങ്കിൽ TVK-യെ പിന്തുണക്കുന്നത് എങ്ങനെയായിരിക്കും ഈ രാഷ്ട്രീയ ഒരു ഭരണ സമവാക്യത്തെ നിർണ്ണയിക്കുക? DMK പക്ഷം TVK-ക്ക് പിന്തുണ കൊടുത്തത് TVK-യുടെ നിയമസഭ നിലനിൽപ്പിന്റെ ഭദ്രമാക്കും, കണക്കിൽ ഭദ്രമാക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് അവർ മന്ത്രിസഭയിൽ വരുമ്പോൾ അവർ അതിൽ പിടിമുറുക്കും. ഈ DMK നേതാക്കളെല്ലാം വളരെ കാലമായി രാഷ്ട്രീയത്തിലുള്ളവരും ഈ മന്ത്രിമാരായിട്ടുള്ളവരും അഴിമതി നടത്തിയെന്ന ആരോപണം നേരിടുന്നവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ TVK ഇപ്പോൾ പറയുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്തും എന്നത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. നിലവിൽ 118 119 വോട്ടുകൾ ഉറപ്പിക്കാനായിട്ട് TVK സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറത്താണ് ഈ 25 വോട്ടുകൾ കൂടി അവർ DMK-യിൽ നിന്ന് വാങ്ങുന്നത്. ശരിക്കും അതൊരു ബുദ്ധിപൂർവമായുള്ള തീരുമാനമായിരുന്നോ? ഈ വളരെ കൃത്യമായ ഭൂരിപക്ഷം മാത്രം വെച്ച്, കേവല ഭൂരിപക്ഷം 118 സീറ്റ് വേണം, അത് 120 സീറ്റ്, അങ്ങനെ 2 വോട്ടിന്റെ ഭൂരിപക്ഷം വെച്ചിട്ട് അതൊരു മുള്ളിന്മേൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഏത് നിമിഷം വേണമെങ്കിലും മാറി മറയാം. പിന്നെ ആ 2 ഈ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ എല്ലാ ആവശ്യത്തിനും സർക്കാർ വഴങ്ങി കൊടുക്കേണ്ടി വരും. ഏത് നിമിഷവും അവർ പിൻവലിക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ സുരക്ഷിതരായി. ഈ എണ്ണത്തിൽ TVK സുരക്ഷിതരായി. ആ നിലയ്ക്ക് ഇത് ബുദ്ധിപൂർവ്വം നീക്കണം. പക്ഷേ
അവരുടെ ആശയങ്ങളിൽ എത്രമാത്രം ഉറച്ചു നിൽക്കാൻ പറ്റും എന്നത് വലിയ പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ തന്നെ ഇവർ ചാടിച്ചത് കുതിരക്കച്ചവടമാണ് എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ആ ആരോപണങ്ങൾ നേരിടേണ്ടി വരും. കോൺഗ്രസ് ആണ് ടി വിക്കൊക്കെ ആദ്യം പിന്തുണ പ്രഖ്യാപിച്ച കക്ഷി. രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷേ നിലവിൽ അവർക്ക് മന്ത്രിസ്ഥാനം ഇതുവരെ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇനി കോൺഗ്രസിന് ഇപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ മന്ത്രിസ്ഥാനമില്ലാതെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തവണ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയ്ക്ക് ഇത് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് DMK പക്ഷത്ത് നിന്ന് മത്സരിച്ച കോൺഗ്രസ് അവരുമായി ഒരു ചർച്ച പോലും നടത്താതെ നേരിട്ട് TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് മന്ത്രിസ്ഥാനം കിട്ടും എന്ന ഉറപ്പിൽ തന്നെയാണ്. അപ്പോൾ 2 മന്ത്രിസ്ഥാനം അവരാവശ്യപ്പെട്ടു. തുടക്കത്തിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ഒരു മന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കോൺഗ്രസ് മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാത്തതെന്നാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ കോൺഗ്രസിനേക്കാളും മേൽക്കൈ ആ സഖ്യത്തിൽ DMK വിമതർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് അടുത്ത പരിഗണനയെ ഇനി കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുദ്ദേശിച്ച ഒരു അംഗീകാരം മന്ത്രിസഭയിൽ അവർക്ക് കിട്ടും എന്ന് തോന്നുന്നില്ല. BJP 4 സീറ്റിൽ നിന്നും 1 സീറ്റിലേക്ക് വീണിരിക്കുന്നു. ഇനി അവർക്ക് തമിഴ്നാട്ടിൽ ഏതെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് TVക്ക് ദ്രാവിഡ കക്ഷികളല്ലാത്ത ഒരു പുതിയ കക്ഷി ഇവിടെ വേരുറച്ചു കഴിഞ്ഞു. അത് സാധ്യതയാണോ അതോ ഇനിയൊരു നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണോ ചെയ്യുക? പ്രത്യക്ഷത്തിൽ തോന്നുന്ന BJPയുടെ നില മോശമായി എന്നാണ്. കാരണം 4 സീറ്റ് ഉണ്ടായിരുന്ന BJP 1 സീറ്റായിട്ട് ചുരുങ്ങി. ഇപ്പോൾ നിയമസഭയിലൊക്കെ സംസാരിക്കുന്ന എല്ലാവരും BJPക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഇത് BJPക്ക് അനുകൂലമാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ ദ്രാവിഡ കക്ഷികളുടെ ആധിപത്യം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അത് BJPക്ക് ഒരു അവസരം തുറന്നു കിട്ടുന്ന അതിന് തുല്യമായിരിക്കും. ഭാവിയിൽ BJP ഇതിലേതെങ്കിലും ഒന്നുകിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് വരികയോ അല്ലെങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് രാഷ്ട്രീയ നില മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിയും. കാരണം അത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാരണം ഇപ്പോൾ TVKയിലുള്ള 2ാം നിര നേതാക്കൾ പലർക്കും BJP നേതൃത്വമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്. അതിൽ ഒരാൾ RSSകാരനാണ് എന്ന പരാതിയുണ്ട്. ആരോപണം അല്ല, അവരുടെ പ്രധാന ഭാരവാഹികളിൽ ഒരാൾ RSSകാരനാണ് എന്ന രീതിയിൽ വ്യാപകമായിട്ട് വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അമിത്ഷായുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. അതുകൊണ്ട് TVK ഭാവിയിൽ BJPയുടെ പക്ഷത്തേക്ക് മാറിക്കൂടായുകയോ അല്ലെങ്കിൽ BJP അവരുടെ TVKയിൽ ചേരിചേരുവുണ്ടാക്കിക്കൂടായുകയോ ഇല്ല. അതല്ലാതെ തന്നെ ഈ ദ്രാവിഡ കക്ഷികളുടെ മേധാവിത്വം അവസാനിക്കുമ്പോൾ BJPക്ക് ഒരു അവസരം തുറന്നു കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാറ്റം BJPക്ക് ഗുണം ചെയ്യാനാണ് ഒരു കണക്കിന് സാധ്യത. വിജയ് ഉള്ളിടത്തോളം കാലം പ്രത്യേകിച്ച് BJPക്കെതിരെ എന്ന ഒരു സിനിമകളിലൂടെ ആയാലും അതുപോലെ തന്നെ പ്രചരണത്തിലായാലും BJPക്കെതിരെ എന്നുള്ള ഒരു പക്ഷം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിജയ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ TVക്ക് ഒരു BJP അതിൻ്റെ ഒരു ഭാഗം BJPയിലേക്ക് പോവുക എന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ്? അത് ഉടൻ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ വിജയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിജയ് ഒരിക്കലും BJPക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടില്ല. BJP പ്രത്യയശാസ്ത്ര എതിരാളിയാണ് എന്ന് വിജയ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു മതനിരപേക്ഷ ഭരണമായിരിക്കും എന്നും പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിഷയത്തിലും വിജയ് BJPക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തില്ല. ഈ മന്ത്രിസഭാ രൂപവൽക്കരണം വൈകുന്ന സാഹചര്യത്തിൽ പോലും വിജയ് ഗവർണർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗവർണർ എന്ന തസ്തികയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ BJPക്കെതിരെ വിജയ് ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. BJP അനുകൂല നിലപാട് എടുത്തിട്ടില്ല എന്ന് പറയാം. അത് ഇനി എങ്ങനെ മാറി വരും എന്ന് പറയാൻ പറ്റില്ല.